ഇന്ന് നമ്മൾ ചിക്കൻ മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായി 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നീളമുള്ള ബസുമതി റൈസ് ആണ്. അത് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകി 1 മണിക്കൂർ കുതിരാൻ വെക്കുക. അപ്പോഴേക്കും നമുക്ക് മന്തിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്ത് നന്നായി അരച്ച് പുരട്ടി വെക്കുക. ഇനി നമുക്ക് അരി വേവിക്കാനായി 3 കഷ്ണം കറുവപ്പട്ട, 8 ഗ്രാമ്പു, 5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഉണക്കനാരങ്ങ, 2 ബേ ലീഫ് ഇവ എടുക്കുക. ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ മസാലകളെല്ലാം ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് തിളയ്ക്കുമ്പോൾ കുതിരാൻ വെച്ചിരിക്കുന്ന അരിയിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് 80% വേവാകുമ്പോൾ ഊറ്റിവെക്കുക. ഈ മന്തി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് അടച്ചു വെച്ച് ഒരു സൈഡ് വേകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടുക. ഇത് ചിക്കൻ സ്റ്റോക്കാണ്, അതായത് മാഗിയുടെ മസാലയാണ്. ഇത് ആദ്യം ഞാൻ റൈസ് വേവിക്കുമ്പോൾ ഇടാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് ആദ്യം റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ഇത് കൂടി ഇട്ടാണ് വേവിക്കേണ്ടത്. ഇനി നമുക്ക് മന്തിയിലെ ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് സവോളയും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് അതിന് മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും 4-5 പച്ചമുളകും വെച്ച് അതിന് മുകളിൽ റൈസ് ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്മോക്ക് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ മന്തി റെഡിയാണ്. ഇനി നമുക്ക് അതിന് സൈഡായിട്ടൊരു ഡിപ്പ് വേണം. അതിനായി ഒരു തക്കാളി, ഒരു പച്ചമുളക്, അല്പം ജീരകം, ഉപ്പ്, മല്ലി ഇവ ചേർത്ത് തയ്യാറാക്കാം. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ മന്തി റെഡി. താങ്ക് യു.